ഒരു ട്രഡീഷണൽ സ്നാക്കാണിന്ന് കുഴലപ്പം. അതിനായിട്ട് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇടിയപ്പപ്പൊടിയാണ്, നല്ലോണം പൊടിച്ച് വറുത്തതാണ്. 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. നാളികേരം ചെറുകിയത് 2 ടേബിൾ സ്പൂൺ, 1 വെളുത്തുള്ളി, 6 ചെറിയുള്ളി, ഇതും കൂടി മിക്സിയിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് നാളികേരവും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി അരച്ചത് ചേർക്കാം. വെള്ളം ഉപ്പിട്ടിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ എള്ള്, ഇതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളം ചേർത്തിട്ടാണ് ഈ മാവ് തയ്യാറാക്കുക. കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കാം. മാവിലേക്ക് വേണ്ട ഉപ്പ് വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. അരിപ്പൊടിയുടെ രീതി അനുസരിച്ചാണ് വെള്ളം വേണ്ടി വരും. വെള്ളം കൂടാനും കുറയാനും പാടില്ല. മാക്സിമം 2 കപ്പ് വെള്ളം വരെ വേണ്ടി വരും. നല്ല ചൂടുള്ളതുകൊണ്ട് അരിപ്പൊടി കുറച്ച് വെന്ത് കിട്ടും ചെയ്യും ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ. ഇപ്പം മാവ് പാകമാണ്. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി വെക്കാം. വാഴയില കഴുകി തുടച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ തേക്കാം. മാവ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. ഒരു ഉരുള ഇലയുടെ നടുക്ക് വെച്ചിട്ട് വേറൊരു ഇലയിലും കൂടി എണ്ണ തേച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇനി ഒരു പ്ലേറ്റ് കൊണ്ട് ഒന്ന് അമർത്തിയിട്ട് ഇല മാറ്റാം. ഇനി ഈ ഇലയിൽ നിന്ന് എടുക്കാം. എടുക്കുമ്പോൾ തന്നെ നമ്മൾ പതുക്കെ റോൾ ചെയ്തിട്ട് എടുക്കാം. മാവിന് കട്ടി കൂടുതലുണ്ടെങ്കിൽ ഈ ചേരണ ഭാഗത്ത് വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒട്ടിച്ച് വെച്ചാലും മതി. അപ്പോൾ അടർന്നു പോരില്ല. ഇങ്ങനെ എല്ലാ ഉരുളയും പരത്തി റോളാക്കിയിട്ട് വെക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുഴലപ്പം വറുത്തെടുക്കാം. ഫ്ലെയിം എണ്ണയുടെ ചൂട് കൂടുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു സൈഡായിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചുകൂടാം. ഉള്ളിലത്തെ എണ്ണ പോണ പോലെ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കോരിയെടുക്കാം. അങ്ങനെ കുഴലപ്പം റെഡിയായി കഴിഞ്ഞു.